പ്രതീക്ഷിക്കുന്നത് പോലെ മതസാമുദായിക ശക്തികൾ, അതിൽ തന്നെ തീവ്ര നിലപാടുകൾ ഉള്ളവർ ഇതിനെ അവസരമാക്കി മാറ്റുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ശ്രീ അനിൽകുമാർ, CPI നേതാവ്, ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അനിൽകുമാർ, ഇപ്പോഴിതാ ഹിജാബ് എന്ന ആവശ്യം മുൻനിർത്തിക്കൊണ്ട് SDPI രംഗത്ത് വരുന്നു. എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ ഹിജാബ് ധരിക്കാം എന്നത് ഒരു നിർദ്ദേശമായി അല്ലെങ്കിൽ ഉത്തരവായി സർക്കാർ പുറത്തിറക്കണം എന്നുള്ളതാണ് SDPIയുടെ ആവശ്യം. എന്താണ് ആവശ്യത്തോടുള്ള പ്രതികരണം? അത്തരം ഒരു തരത്തിലുള്ള ഇടപെടലും സംസ്ഥാന സർക്കാർ നടത്തുകയില്ല എന്നാണ് ആമുഖമായി പറയാനുള്ളത്. ഓരോ വിദ്യാലയത്തിലും ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ വേണ്ടിയുള്ള അവകാശം വിദ്യാർത്ഥികൾക്കുണ്ട്. അതാണ് നമ്മുടെ നാട്ടിലെ നില. നമ്മുടെ രാജ്യത്ത് അത്തരമൊരു നില ഇല്ലാതെയാക്കാനാണ് BJP പരിശ്രമിക്കുന്നത്. അതിന്റെ മറുഭാഗത്ത് ഏതെങ്കിലും വസ്ത്രത്തിന്റെ കോഡ് ഏതെങ്കിലും മതവിഭാഗത്തിന്റെ മേലെ അടിച്ചേൽപ്പിക്കാൻ SDPI ശ്രമിച്ചാലും അതിനോട് യോജിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാണ്. നമ്മുടെ വിദ്യാലയങ്ങളില് അവർക്ക് ഇഷ്ടപ്പെട്ട യൂണിഫോം രൂപീകരിക്കാൻ ആ വിദ്യാലയ മാനേജ്മെന്റിന് അവകാശമുണ്ട്. രണ്ട്, അങ്ങനെ രൂപീകരിക്കപ്പെടുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ശിരോവസ്ത്രം ധരിക്കുന്ന രീതി ഉണ്ടെങ്കിൽ ആ ശിരോവസ്ത്രം ധരിക്കുന്ന രീതിക്ക് കൂടി എങ്ങനെ വേണമെന്നുള്ളൊരു മാർഗനിർദ്ദേശം അതാത് സ്ഥലത്ത് നൽകണമെന്നതിനപ്പുറത്ത് യാതൊരു കാഴ്ചപ്പാടും സംസ്ഥാന സർക്കാരിനില്ല. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്. ഇത് ധരിക്കണമെന്ന് പറഞ്ഞൊരു കൂട്ടരും ധരിക്കണ്ടെന്ന് പറഞ്ഞൊരു കൂട്ടരും ഇറങ്ങിത്തിരിച്ച് നാടിനെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. SDPIയുടെ ലക്ഷ്യം അത് തന്നെയാണ്. അങ്ങപ്പുറം ഇറങ്ങിത്തിരിക്കുന്നവരുടെ ലക്ഷ്യം അത് തന്നെയാണ്. ഇതൊന്നും വിദ്യാഭ്യാസ മേഖലയെ നന്നാക്കാനല്ല, നശിപ്പിക്കാനാണ്. ശരി, അവിടെ ശ്രീ അനിൽകുമാർ, ഇതിലുണ്ടാകുന്ന സംശയം, ഇപ്പോൾ ഇന്നലെ ഈ വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെട്ട ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നു. വളരെ കൃത്യമായി ഈ പെൺകുട്ടിയുടെ രക്ഷിതാവ് അനസ് മാധ്യമങ്ങളോട് പറഞ്ഞു ഇതൊരു അടഞ്ഞ അധ്യായമാണ് എന്ന് പറയുകയും ഇനി സ്കൂളിലെ യൂണിഫോം എന്താണോ അതനുസരിച്ച് കുട്ടിയെ വിടാൻ താൻ ഒരുക്കമാണ് എന്ന് പറയുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് ഈ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ്, വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണമൊക്കെ വരുന്നത്. അതല്ലേ SDPI ഇപ്പോൾ ആയുധമാക്കി മാറ്റിയത്? അപ്പൊ നിങ്ങൾക്ക് വീട് കിട്ടിയല്ലോ. എന്തെങ്കിലും സംസ്ഥാന സർക്കാരിനെ അടിക്കാനായിട്ട് വഴിയുണ്ടോ തപ്പി നടക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി എന്താ പറഞ്ഞത് ആദ്യം മനസ്സിലാക്കണം. ഒരു കുട്ടിക്ക് ശിരോവസ്ത്രം ധരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതുകൊണ്ട് മാത്രം സ്കൂളിൽ വരാൻ പാടില്ല എന്ന സാഹചര്യം ഒഴിവാക്കപ്പെടണം. അതുകൊണ്ട് എന്ത് വേണം? ഒരു കുട്ടി അവരുടേതായ നിലയ്ക്ക് ഏതെങ്കിലും ശിരോവസ്ത്രം ധരിച്ചു വന്നാൽ യൂണിഫോമിന്റെ ഭാഗമായി അത് ഏത് നിറത്തിലാവണം അതിനും കൂടി പറയാൻ ആ സ്കൂളിന് ബാധ്യതയോ അല്ലെങ്കിൽ അവകാശമുണ്ട്. ഡ്രസ് കോഡിന്റെ കൂടെ ഇത് ധരിക്കാൻ ആഗ്രഹിക്കുന്നവർ അതുകൂടി ഉൾപ്പെടുത്തുക. യൂണിഫോം എന്തിനാണ് ആദ്യം തന്നെ മനസ്സിലാക്കണം. ഒരു പ്രത്യേക സ്കൂളിലെ കുട്ടികൾ എന്നും പൊതുമണ്ഡലത്തിൽ തിരിച്ചറിയാനാണ്, ആ കുട്ടികളെ റെഗുലേറ്റ് ചെയ്യാനാണ്. അല്ലാണ്ട് മതവസ്ത്രം അടിച്ചേൽപ്പിക്കാനോ മതവസ്ത്രം തടയാനോ അല്ല യൂണിഫോം. അപ്പൊ എന്ത് വേണം? ഏതെങ്കിലും ഒരു കൂട്ടർ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക വസ്ത്രധാരണ ഉണ്ടെങ്കിൽ അവരെ കൂടെ ചേർത്ത് നിർത്തലാണ് ബഹുസ്വരത. അവരെ കൂടെ ചേർത്ത് നിർത്തലാണ് ബഹുമത സമൂഹത്തിൽ ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോ അത് ആഗ്രഹിക്കുന്നവർക്ക് ഞങ്ങളുടെ യൂണിഫോമിന്റെ ഭാഗമായി ഏത് നിറത്തിൽ ഇത് കൈകാര്യം ചെയ്യപ്പെടണം എന്ന് അവിടെ ധാരണ ഉണ്ടാക്കിയാൽ മതി. ഏതെങ്കിലും ഒരു രക്ഷിതാവ് അദ്ദേഹത്തിന്റെ വാക്കല്ല പൊതുമണ്ഡലത്തിൽ നിൽക്കേണ്ടത്. അദ്ദേഹത്തിന്റെ കുട്ടിയുടെ കാര്യം പറയുന്നു. സർക്കാർ പറയുന്നത് മാനേജ്മെന്റുകൾ യൂണിഫോം ഉണ്ടാക്കുമ്പോൾ ഈ ആഗ്രഹമുള്ളവർക്ക് അതിനുകൂടി അവിടെ അവസരം ഉണ്ടാകട്ടെ. പറയുന്നതിനോട് ഞങ്ങളില്ല, വേണമെന്ന് പറയുന്നതിനോട് പക്ഷേ കോടതി ക്ഷമിക്കണം. അതായത് നേരത്തെ ഈ സ്കൂളിന്റെ ലീഗൽ അഡ്വൈസറും അഭിഭാഷകയുമായിട്ടുള്ള വിമല കൃത്യമായി ന്യൂസ് 18നോട് പറഞ്ഞത് ഈ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഒരു വിശദീകരണം തേടലിനോടൊപ്പം കൃത്യമായൊരു നിർദ്ദേശം കൂടി ഉണ്ടായിരുന്നു. ഇത് ധരിച്ചുകൊണ്ട് ആ കുട്ടിക്ക് ആ സ്കൂളിൽ പഠിപ്പിക്കണം എന്ന നിർദ്ദേശം കൂടിയാണ് നൽകിയിട്ടുള്ളത് എന്നതായിരുന്നു അവർ പറഞ്ഞത്. അപ്പോൾ അതെങ്ങനെയാണ് ഒരു സർക്കാർ സംവിധാനത്തിന് നൽകാൻ സാധിക്കുക? കാരണം കോടതി തന്നെ 2018 വ്യക്തമാക്കിയിട്ടുള്ളതാണ്, വ്യക്തിപരമായി ഈ വസ്ത്രധാരണ അവകാശം വ്യക്തികൾക്കുണ്ടെങ്കിലും സ്വകാര്യ സ്ഥാപനത്തിന് ഭരണനിർവഹണ കാര്യങ്ങളിൽ സമാനമായ അവകാശമുണ്ട്. അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവകാശമുണ്ട്. അതുകൊണ്ട് അവിടെ എന്ത് ധരിക്കണമെന്ന് ആ സ്ഥാപനങ്ങൾക്ക് തീരുമാനിക്കാമെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ സ്കൂളിൽ ഹിജാബ് ധരിച്ചു വന്നാൽ അതിനെ നിർബന്ധമായും ക്ലാസ്സിൽ ഇരുത്തണമെന്ന ഉത്തരവാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. അതെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഒരു കുട്ടി ഹിജാബ് ധരിച്ചുകൊണ്ട് ആകാശം ഇടിഞ്ഞ് വീഴത്തില്ല. അത് ധരിക്കണ്ടെന്ന കുട്ടി തീരുമാനിച്ചാലും ആകാശം ഇടിഞ്ഞ് വീഴത്തില്ല. അപ്പൊ എന്ത് വേണം? നിങ്ങളൊരു യൂണിഫോം ധരിക്കണം. അതിനോടൊപ്പം ഒരു ശിരോവസ്ത്രം കുട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ കുട്ടി ധരിക്കേണ്ട യൂണിഫോം എന്തായിരിക്കണമെന്ന് അവർക്ക് പറയാം.
അതവർക്ക് പറയാൻ ആ സ്കൂളിന് അല്ല, അവർക്ക് അവകാശമുണ്ടെന്ന് സർക്കാർ ശിരോവസ്ത്രം പറയുന്നു. എന്നത് യൂണിഫോമിന്റെ ഭാഗമല്ല എന്നാണല്ലോ അവർ പറയുന്നത്. അതുകൊണ്ടാണല്ലോ അല്ലല്ല, ശിരോവസ്ത്രം ധരിച്ചു അതാണ്. വരാൻ പറ്റില്ല അപ്പോൾ എന്ന് അവർ നമ്മൾ നിർദ്ദേശിക്കുന്നത്. മനസ്സിലാക്കേണ്ടത് ഒരു ബഹുമത സമൂഹത്തിനകത്ത് എല്ലാ മതക്കാരെയും പ്രവേശിപ്പിക്കുന്ന ഒരു വിദ്യാലയത്തിനകത്ത് ആ. ഏതെങ്കിലും ഒരു മതക്കാർക്ക് ആ. തങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാര്യം ഒഴിവാക്കപ്പെട്ടുകൊണ്ടേ പഠിക്കാനാകൂ ആ. എന്നത് വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ പരിധി വരുമോ? ആ, ശരി. എങ്കിൽ ഈ KCBSE എഡ്യൂക്കേഷൻ ഡയറക്ടർ ഫാദർ ആന്റണി അറയ്ക്കൽ നേരത്തെ ടെലിഫോൺ ലൈനിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ചോദിച്ചത് എല്ലാ മതവിഭാഗങ്ങളും ഇത്തരം, ഇപ്പോൾ താങ്കൾക്കറിയാമല്ലോ, ഇപ്പോൾ ശബരിമല വലിയ ചർച്ചാ വിഷയമാണ്. ശബരിമലയിലെ മണ്ഡലകാലം അടുക്കുകയാണ്. മണ്ഡലകാലം അടുത്തു കഴിഞ്ഞാൽ വിശ്വാസികളായിട്ടുള്ളവർ കറുപ്പ് വസ്ത്രമാണ് ധരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഹിന്ദു കുടുംബങ്ങളിൽ നിന്നുള്ള മക്കളെ കറുപ്പ് വസ്ത്രം ധരിപ്പിച്ച് സ്കൂളുകളിലേക്ക്, സംസ്ഥാനത്തെ സ്കൂളുകളിലേക്ക്, സർക്കാർ സ്കൂളുകളിലേക്കൊക്കെ അയപ്പിച്ചാൽ ശരിയെങ്കിൽ അത് തുടർന്നുകൊള്ളൂ എന്ന് സർക്കാർ നിലപാട് സ്വീകരിക്കുമോ? നിങ്ങൾക്ക് നല്ല ഭ്രാന്തുണ്ട്, ഇതിന് ചികിത്സ എവിടെയെങ്കിലും നടത്തുകയായിരിക്കും നല്ലത്. അത് ഞാൻ ചികിത്സിച്ചുകൊള്ളാം. എന്റെ ചോദ്യത്തിന് ഉത്തരം പറയും. ചികിത്സ നടത്തുക. എന്റെ ചികിത്സ എന്തായാലും അനിൽകുമാർ നടത്തേണ്ടതില്ല. താങ്കൾ എന്റെ ചോദ്യത്തിന് മറുപടി ഉണ്ടെങ്കിൽ പറയൂ. ഈ ചോദ്യത്തിന് മറുപടി ഇതാണ്. ഇത് ചോദിക്കുന്നവർക്ക് പച്ച ഭ്രാന്താണ്. കേരളത്തെ ഭ്രാന്താലയമൊക്കെ നടക്കുന്നവരുടെ ഭ്രാന്താണ് ഈ പറയുന്നത്. ഇതൊന്നും ചോദ്യമേ അല്ല. അതുകൊണ്ട് ഭ്രാന്തായി. അതായത് ഹിജാബ് ധരിക്കുന്നതിന് പ്രശ്നമില്ല, മറ്റ് മതസ്ഥരൊക്കെ ധരിച്ചാൽ അത് ഭ്രാന്ത് എന്നാണ് താങ്കൾ പറയുന്നത് എന്നങ്ങനെ ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ. എന്നല്ലേ എന്റെ ചോദ്യം? താങ്കൾക്ക് എന്ത് വ്യക്തത കുറവാണ് ഉണ്ടാക്കിയത്? താങ്കൾക്ക് എന്ത് വ്യക്തത കുറവാണ് എന്റെ ചോദ്യത്തിൽ ഉണ്ടായത്? വ്യക്തത കുറവാണ്. പറയൂ, എന്താണ് വ്യക്തത കുറവ് എന്ന് പറയൂ. ശരി താങ്കൾ പറയൂ, എന്തായിരുന്നു ഈ ചോദ്യത്തിൽ വ്യക്തത കുറവ് എന്ന് പറയൂ. എന്നിട്ട് പറഞ്ഞ വിഡ്ഢിത്തരെന്നറിയോ? താങ്കൾ പറയൂ, എന്താണ് ആ വിഡ്ഢിത്തരം എന്ന് പറയൂ. താങ്കൾ എന്താണ് അതിന്റെ പ്രശ്നം എന്ന് പറയൂ. പറയാം. ശബരിമല മാല ഇട്ട ഉടനെ മാല ഇടുന്നവരെല്ലാം കറുപ്പ് വസ്ത്രം ധരിച്ചാണ് കേരളത്തിൽ സഞ്ചരിക്കുന്നതെന്നൊക്കെ നിങ്ങൾ ഏത് ലോകത്താ പറഞ്ഞത്? അപ്പോൾ ഈ ഹിജാബ് ധരിച്ചാണ് ഈ മതവിഭാഗം മുഴുവൻ അല്ലല്ല, അങ്ങനെ താങ്കൾ പോകല്ലേ. ഹിജാബ് ധരിക്കാത്ത മുസ്ലിം മതവിശ്വാസികളുണ്ടോ? ഹിജാബ് ധരിക്കാത്ത മുസ്ലിം മതവിശ്വാസികളുണ്ടോ? ഹിജാബ് ധരിക്കാത്ത മുസ്ലിം മതവിശ്വാസികളുണ്ടോ? ഞാൻ മിസ്റ്റർ, നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്കൂ മിസ്റ്റർ. അല്ലല്ല, താങ്കൾ ഇതുകൂടി പറയൂ. അതായത് ഹിജാബ് ധരിക്കാത്ത മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ ഇത് കേൾക്കൂ ആദ്യം. നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിലെ മണ്ടത്തരം എന്താണ്? മണ്ടത്തരം പറയാം. ഒരാൾ മാല ഇട്ടാൽ ഉടൻ തന്നെ അയാൾ അപ്പൊ തന്നെ കറുത്ത വസ്ത്രം ധരിച്ച് കറുത്ത ഷർട്ടും മുണ്ടും ഇട്ട് നാട്ടിൽ കൂടെ ജീവിതം മുഴുവൻ നടക്കുക എന്ന് ഞാൻ കണ്ടിട്ടില്ല. അത് താങ്കൾ കാണാത്തതാകും. ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ ഏത് നാട്ടിലെ ജീവിതം ചെരുപ്പ് ധരിക്കാതെ കറുപ്പ് മാത്രം ധരിച്ചു. അപ്പോൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട മുഴുവൻ ആളുകൾ ഹിജാബ് ധരിച്ചാണോ താങ്കൾ കണ്ടിട്ടുള്ളത്? കറുപ്പ് മാത്രമേ കാണൂ. നിങ്ങൾ കറുപ്പ് മാത്രമേ കാണൂ. താങ്കൾ പറയൂ, ഹിജാബ് ധരിച്ച് മാത്രമാണോ താങ്കൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട സ്ത്രീകളെ കണ്ടിട്ടുള്ളത്? എനിക്കൊരു സമുദായം ബാധകല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ പറയുന്നത് ഒരു സമുദായം ബാധകല്ല. ഏതെങ്കിലും ഒരാൾക്ക് ഇത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ വിദ്യാലയങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെടാൻ പാടില്ല. ശരി, അത് തന്നെയാണ് ഞാനും ചോദിച്ചോളൂ. ഏതെങ്കിലും ഒരു ഹൈന്ദവ വിഭാഗത്തിലോ ക്രൈസ്തവ വിഭാഗത്തിലോ പെട്ട ആളുകൾക്ക് ഇത്തരം ആവശ്യമുണ്ടെങ്കിൽ അതിന് പിന്തുണയ്ക്കുമോ? ഫാദർ ആന്റണി അറയ്ക്കൽ കൂടിയുണ്ട്. ശ്രീ ഫാദർ ആന്റണി അറയ്ക്കൽ, ഇപ്പോൾ CPM പ്രതിനിധി അനിൽകുമാർ ടെലിഫോൺ ലൈനിലുണ്ട്. താങ്കൾ നേരത്തെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു CPM പ്രതിനിധി ഇല്ല, അതുകൊണ്ട് താങ്കൾക്ക് സംശയം ചോദിക്കാൻ പറ്റില്ല എന്ന്. അനിൽകുമാറിനോട് താങ്കൾക്ക് ചോദ്യമുണ്ടെങ്കിൽ ചോദിക്കാം.